നമസ്കാരം. വാർത്തകൾ വേഗത്തിൽ. സംസ്ഥാനത്ത് ഇന്ന് 42 പേർക്ക് കോവിഡ്. ഒരു ദിവസം ഇത്രയധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നത് ഇതാദ്യം. ഇതിനു മുൻപ് മാർച്ച് 27-ന് 39 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായിരുന്നു ഉയർന്ന കണക്ക്. സംസ്ഥാനത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 732 മുഖ്യമന്ത്രി. കാസർഗോഡ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 7 പേർക്ക്. മഹാരാഷ്ട്രയിൽ നിന്നെത്തിയ പുത്തികെ സ്വദേശിയായ 57-കാരനും മുളിയാർ സ്വദേശിയായ 42 വയസ്സുകാരനും കുമ്പള സ്വദേശികളുമായ 4 പേർക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കുമ്പള സ്വദേശികൾ ഒരേ വാഹനത്തിലാണ് സഞ്ചരിച്ചത്. കണ്ണൂരിൽ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് ആദിവാസി യുവതിക്ക്. ഇന്നലെ പ്രസവിച്ച യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. കോഴിക്കോട് ഇന്ന് 5 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗികളിൽ 4 പേർ വിദേശത്തു നിന്ന് വന്നവർ. അബുദാബിയിൽ നിന്നും കുവൈറ്റിൽ നിന്നാണ് ഇവരെത്തിയത്. ആരോഗ്യ പ്രവർത്തകനും രോഗം സ്ഥിരീകരിച്ചു. പാലക്കാട് ഇന്ന് 5 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനും 32 വയസ്സുള്ള ഒരു പുരുഷനും 58 വയസ്സും 30 വയസ്സുമുള്ള 2 വനിതകൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 പേർ ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. മലപ്പുറത്ത് 4 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മുംബൈയിൽ നിന്നെത്തിയ 45-കാരനും ഒരു 40-കാരനും മഹാരാഷ്ട്രയിൽ റായ്ഗഡിൽ നിന്നെത്തിയ 23-കാരനും ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിയ 35-കാരനുമാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 പേരും മഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിൽ ഐസൊലേഷനിലാണ്. തൃശൂരിൽ കോവിഡ് സ്ഥിരീകരിച്ചത് 4 പേർക്ക്. ദമാമിൽ നിന്നെത്തിയ രോഗം സ്ഥിരീകരിച്ചയാളുടെ 30-കാരനായ മകന്റെ ഭാര്യ, 1 വയസ്സുള്ള കുഞ്ഞ് എന്നിവർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം മരിച്ച ഖദീജയെ കൂടി ഉൾപ്പെടുത്തിയാണ് 4 പേരെന്ന കണക്ക്. ഇന്ന് കോവിഡ് ബാധിച്ചവരിൽ 21 പേർ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നവർ. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് വന്ന ഓരോരുത്തർക്കും രോഗം സ്ഥിരീകരിച്ചു. 17 പേർ വിദേശത്ത് നിന്ന് വന്നവരാണ്. കണ്ണൂരിലും കോഴിക്കോടും സമ്പർക്കത്തിലൂടെ ഓരോരുത്തർക്ക് വീതം രോഗം ബാധിച്ചു. കോവിഡ് ബാധിതരുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ഗൌരവകരമെന്ന് മുഖ്യമന്ത്രി. പ്രതിരോധ സന്നാഹം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം നിലവിൽ 28 മുഖ്യമന്ത്രി. ഒരു കേരളീയന് മുന്നിലും സംസ്ഥാനം വാതിൽ കൊട്ടിയടക്കില്ലെന്ന് മുഖ്യമന്ത്രി. രോഗബാധിതർക്ക് കൃത്യമായി ചികിത്സയും പരിചരണവും നൽകും. വെന്റിലേറ്റർ സൗകര്യം ഉൾപ്പെടെ തയ്യാറാണ്. ലോക്ഡൌൺ നിയന്ത്രണങ്ങളുടെ ഇളവ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണെന്നും ആഘോഷിക്കാനായി ആരും ഇറങ്ങരുതെന്നും മുഖ്യമന്ത്രി. കർശനമായ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡം പാലിച്ചായിരിക്കും SSLC, ഹയർ സെക്കൻഡറി പരീക്ഷകളെന്ന് മുഖ്യമന്ത്രി. പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്നതിനും വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിനും സംവിധാനം ഒരുങ്ങിയെന്നും മുഖ്യമന്ത്രി. കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് വരുന്നവർക്ക് പരീക്ഷ എഴുതാൻ പ്രത്യേക ഇരിപ്പിടം ഏർപ്പെടുത്തും. വീടുകളിൽ ആരെങ്കിലും ഹോം ക്വാറന്റീനിൽ കഴിയുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഇരിപ്പിടം ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി. ജൂൺ 1-ന് കോളേജുകൾ തുറക്കുമെന്ന് മുഖ്യമന്ത്രി. കോളേജ് തുറക്കാനുള്ള മാനദണ്ഡങ്ങൾ തയ്യാറാക്കി. റെഗുലർ ക്ലാസുകൾ സാധ്യമല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസുകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി. സ്പ്രിംഗ്ലറിൽ പിന്നോട്ടു പോയിട്ടില്ലെന്നും മുഖ്യമന്ത്രി. കേസിൽ വസ്തുത ഹൈക്കോടതിയെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി. ഡൽഹി എയിംസിൽ ആശുപത്രി ജീവനക്കാരൻ കോവിഡ് ബാധിച്ച് മരിച്ചു. കോവിഡ് വാർഡിലെ ഡോക്ടർമാർക്കുള്ള ഭക്ഷണം വിതരണം ചെയ്തിരുന്നയാളാണ് മരിച്ചത്. കോവിഡ് സ്ഥിരീകരിച്ച് ICUവിലേക്ക് മാറ്റി മണിക്കൂറുകൾക്കുള്ളിൽ മരിക്കുകയായിരുന്നു. ലോക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ ഡൽഹി സാധാരണ നിലയിലേക്ക്. ഡൽഹിയിലെ റോഡുകളിൽ വൻ ഗതാഗത കുരുക്കാണ്. ലോക്ഡൌൺ ഇളവുകളുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം പള്ളികളിൽ ആരാധന അനുവദിക്കണമെന്ന് സമസ്ത. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. സർക്കാർ നിർദ്ദേശങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് ആരാധന നടത്താമെന്നും കത്തിൽ ഉറപ്പു നൽകുന്നു. കൊല്ലം അഞ്ചലിൽ യുവതി പാമ്പുകടിയേറ്റ് മരിച്ച സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അന്വേഷണ ചുമതല കൊല്ലം ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്. രക്ഷിതാക്കളുടെ പരാതിയിലാണ് അന്വേഷണം. അഞ്ചൽ സ്വദേശി ഉത്രയ്ക്ക് പാമ്പുകടിയേറ്റത് ഈ മാസം 7-ന്. ഭർതൃഗൃഹത്തിൽ വെച്ച് അണലിയുടെ കടിയേറ്റ ഉത്ര സ്വയം വീട്ടിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇവിടെ വെച്ച് വീണ്ടും മൂർഖന്റെ കടിയേറ്റതോടെ മരണം സംഭവിച്ചു. ഭർത്താവ് ഉത്രയുടെ വീട്ടിലെത്തിയ ദിവസം തന്നെ പാമ്പുകടിയേറ്റതോടെയാണ് ബന്ധുക്കൾക്ക് സംശയമായത്.
തെലങ്കാനയിൽ 9 കുടിയേറ്റ തൊഴിലാളികൾ കിണറ്റിൽ മരിച്ച നിലയിൽ. വാരങ്കലിന് സമീപമുള്ള ഗ്രാമത്തിൽ കാർഷിക ആവശ്യത്തിനുള്ള കിണറ്റിലാണ് മൃതദേഹങ്ങൾ കാണപ്പെട്ടത്. പശ്ചിമ ബംഗാൾ സ്വദേശിയാണ് മരിച്ചത്. ആത്മഹത്യയാണെന്ന് സംശയിക്കുന്നതായി പോലീസ്. ലോക്ഡൌൺ ലംഘിച്ച് ഭക്ഷണം വിളമ്പിയ കോഴിക്കോട് ബീച്ചിലെ ഇന്ത്യൻ കോഫി ഹൌസ് പോലീസ് എത്തി അടപ്പിച്ചു. 6 പേർക്കെതിരെ കേസെടുത്തു. കോഫി ഹൌസ് മാനേജർ, ഭക്ഷണം കഴിക്കാനെത്തിയ 5 പേർ എന്നിവർക്ക് എതിരെയാണ് കേസ്. നടപടി ന്യൂസ് 18 വാർത്തയെ തുടർന്നു. കോഴിക്കോട് കോഫി ഹൌസിൽ ലോക്ഡൌൺ ലംഘിച്ച് ഭക്ഷണം വിളമ്പിയ സംഭവം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. സംഭവിച്ചത് നടക്കാൻ പാടില്ലാത്തതാണെന്നും മുഖ്യമന്ത്രി. കനത്ത മഴയിൽ തിരുവനന്തപുരത്ത് വ്യാപക നാശനഷ്ടം. മലയോര മേഖലയിലും ഉൾപ്രദേശങ്ങളിലും കനത്ത മഴ. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. കരമനയാറ്റിൽ ജലനിരപ്പ് ഉയർന്നു. നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി. ഡാം തുറന്നതിൽ വീഴ്ചയില്ലെന്ന് ജില്ലാ കലക്ടർ. നെടുമങ്ങാട് പത്താംകല്ലിന് സമീപം പറമുട്ടത്ത് ഉരുൾപൊട്ടി. ഒരു വീടിന് കേടുപാട് സംഭവിച്ചു. ആളപായമില്ല. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മഴയിൽ നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ച് എംഎൽഎമാരായ കെ.എസ്. ശബരിനാഥനും സി. ദിവാകരനും സ്ഥിതി വിലയിരുത്തി വരികയാണെന്ന് എംഎൽഎമാർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. കനത്ത മഴയിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ വൻ വെള്ളക്കെട്ട്. നിരവധി വീടുകളിൽ വെള്ളം കയറി. കിള്ളിയാർ കര കവിഞ്ഞൊഴുകിയതാണ് വെള്ളക്കെട്ടിന് കാരണം. ഉംപുൻ ചുഴലിക്കാറ്റ് നാശം വിതച്ച് ബംഗാളിലും ഒഡീഷയിലും വ്യോമ നിരീക്ഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാർച്ച് 24-ന് ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി ഡൽഹിക്ക് പുറത്ത് സന്ദർശനം നടത്തുന്നത്. ഉംപുൻ ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ച പശ്ചിമ ബംഗാളിന് 1000 കോടിയുടെ ആദ്യഘട്ട കേന്ദ്ര സഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. നാശനഷ്ടം സംബന്ധിച്ച് പഠനം നടത്താൻ കേന്ദ്ര സംഘത്തെ ബംഗാളിലേക്ക് അയക്കും. ഉംപുൻ ചുഴലിക്കാറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം സഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി. പരിക്കേറ്റവർക്ക് 50,000 രൂപയും കേന്ദ്രം ധനസഹായം പ്രഖ്യാപിച്ചു. ബംഗാളിൽ ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 80 ആയി. ബംഗാളിലെ പർഗാനസ് മേഖലയിൽ വെള്ളത്തിനടിയിലായ ഗ്രാമങ്ങളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. റോഡ്, റെയിൽ ഗതാഗതം ഭാഗികമായി ഇന്ന് പുനഃസ്ഥാപിക്കും. 10,000-ഓളം വീടുകളാണ് ബംഗാളിൽ ചുഴലിക്കാറ്റിൽ തകർന്നത്. ഒഡീഷയിലും കനത്ത നാശം. കൊച്ചിയിൽ ഓട്ടോ ഡ്രൈവർ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ 2 പേരിൽ ഒരാൾ മരിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ എഴുപുന്ന സ്വദേശി റജിൻ ദാസ് ആണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. ഓട്ടോ ഡ്രൈവർ ഫിലിപ്പ് നേരത്തെ ആത്മഹത്യ ചെയ്തിരുന്നു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ശരീരമാസകലം തീ പടർന്ന റജിൻ ദാസ് റോഡിലേക്ക് ഓടുന്നതും സമീപത്തുള്ളവർ തീ കെടുത്താൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. ഓട്ടോറിക്ഷയിൽ കയറി ഫിലിപ്പ് അവിടെ നിന്ന് പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഓട്ടോ ഡ്രൈവർ ഫിലിപ്പ് മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സയിലായിരുന്നുവെന്ന് പോലീസ്. നേരത്തെ മറ്റ് 2 പേർക്കെതിരെയും സമാനമായ രീതിയിൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഓട്ടോറിക്ഷയിൽ കയറി തീ കൊളുത്തി മരിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് ദിലീപിന് കൈമാറി. ദൃശ്യങ്ങൾ പരിശോധിച്ച് വ്യക്തത വരുത്തണമെന്ന ദിലീപിന്റെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ദൃശ്യങ്ങളുടെ ആധികാരികതയിൽ സംശയമുണ്ടെന്നായിരുന്നു ദിലീപിന്റെ വാദം. വായ്പാ തിരിച്ചടവിന് 3 മാസം കൂടി സാവകാശം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക്. ഓഗസ്റ്റ് 31 വരെയുള്ള വായ്പാ തിരിച്ചടവിന് മൊറട്ടോറിയം. വീട് വയ്ക്കാനും വാഹനം വാങ്ങാനുമുള്ള വായ്പയുടെ പലിശ കുറയാൻ സാഹചര്യമൊരുക്കി റിപ്പോ നിരക്ക് 4% കുറച്ചു. ലോക്ഡൌണിന് ശേഷം നിർമ്മാണവും ഉൽപാദനവും പുനരാരംഭിക്കുമ്പോൾ കുറഞ്ഞ പലിശയുടെ നേട്ടം ജനങ്ങളിലേക്ക് എത്തുമെന്നും റിസർവ് ബാങ്ക്. മുൻപ് കണക്കാക്കിയതിലും ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് രാജ്യം നീങ്ങുന്നതെന്ന് പണനയ സമിതിയുടെ മുന്നറിയിപ്പ്. വളർച്ചാ നിരക്ക് നെഗറ്റീവ് ആയേക്കാമെന്നും RBI ഗവർണർ ശക്തികാന്ത് ദാസ്. വ്യാവസായിക ഉൽപാദനവും കയറ്റിറക്കുമതിയും വൻതോതിൽ ഇടിഞ്ഞതിന്റെ ക്ഷീണം നികത്താൻ മാസങ്ങളെടുക്കും. കാർഷിക ഉൽപാദനം കൂടിയിട്ടുണ്ടെങ്കിലും വില വർധനയ്ക്ക് സാധ്യത. സർക്കാരിന്റെ കരുതലിലുള്ള ധാന്യം വിപണിയിലിറക്കി വില നിയന്ത്രിക്കണമെന്നും പണനയ സമിതിയുടെ ശുപാർശ.
പരീക്ഷാ നടത്തിപ്പിനെ ചൊല്ലി കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത. നിശ്ചയിച്ച സമയത്ത് തന്നെ നടത്തണമെന്ന മുല്ലപ്പള്ളിയുടെ വാദം തള്ളി കെ സുധാകരൻ. ഈ സമയത്ത് പരീക്ഷ നടത്തുന്ന മുഖ്യമന്ത്രിക്ക് വട്ടാണെന്ന് സുധാകരൻ. അപ്രായോഗിക കാഴ്ചപ്പാടിന്റെ പ്രതിപുരുഷനാണ് പിണറായി എന്നും വിമർശനം. സ്പ്രിംഗ്ലർ പ്രതിപക്ഷ വാദങ്ങൾ ശരിയെന്ന് തെളിഞ്ഞതായി പ്രതിപക്ഷ നേതാവ്. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ സർക്കാർ മലക്കം മറിഞ്ഞു. അതീവ രഹസ്യമായി നടത്തിയ ഇടപാടാണ് പ്രതിപക്ഷം പൊളിച്ചത്. കോവിഡിന്റെ മറവിൽ ഏകാധിപതികൾ സ്വച്ഛാധിപതികളാവുകയാണെന്നും അത് കേരളത്തിലും നടക്കുന്നുണ്ടെന്നും രമേശ് ചെന്നിത്തല. കോവിഡിന്റെ മൂന്നാം ഘട്ടം നേരിടുന്നത് എളുപ്പമാകില്ലെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. കൂടുതൽ പേർ തിരിച്ചെത്തുന്നതിനാൽ രോഗവ്യാപന സാധ്യത കൂടുതലാണെന്നും ആരോഗ്യമന്ത്രി. കൂടുതൽ ടെസ്റ്റ് നടത്തി മാത്രമേ മുന്നോട്ടു പോകാനാകൂ. പുറത്തുനിന്ന് വരുന്നവർ കർശന ക്വാറന്റൈൻ പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി. ആഭ്യന്തര വിമാനയാത്രക്കാർക്ക് ക്വാറന്റൈൻ നിർബന്ധമാക്കുമെന്ന് മന്ത്രി കെ ശൈലജ. ഹോം ക്വാറന്റൈൻ നടത്താൻ തീരുമാനം. 14 ദിവസം ഇവർ നിരീക്ഷണത്തിൽ കഴിയണം. കേരളത്തിനകത്തുള്ള വിമാനയാത്രക്കാരെ ക്വാറന്റൈൻ ചെയ്യുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നും മന്ത്രി. കോവിഡിനെ തുടർന്ന് ജോർദാനിൽ കുടുങ്ങിയ ആടുജീവിതം സിനിമാ ടീം തിരിച്ചെത്തി. നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയത് നടൻ പൃഥ്വിരാജും സംവിധായകൻ ബ്ലസ്സിയും അടക്കമുള്ള സംഘം. എല്ലാവരെയും ക്വാറന്റൈനിലേക്ക് മാറ്റി. പൃഥ്വിരാജും സംവിധായകൻ ബ്ലസ്സിയും ഉൾപ്പെടെയുള്ളവർ ജോർദാനിൽ കഴിഞ്ഞത് 2 മാസത്തിലേറെ. പനിയോ രോഗലക്ഷണങ്ങളോ ഇല്ലാത്തതിനാൽ സ്വന്തം വാഹനത്തിൽ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ പൃഥ്വിരാജിന് അനുമതി നൽകി. ക്വാറന്റൈൻ കൊച്ചിയിലെ ഹോട്ടലിൽ. ക്വാറന്റൈനിൽ കഴിയുന്നത് സാങ്കേതിക പ്രവർത്തകരടക്കം 56 പേർ. ജോർദാനിലെ ചിത്രീകരണം വിവിധ ഘട്ടങ്ങളിലായി പൂർത്തിയാക്കിയാണ് സംഘം മടങ്ങിയെത്തിയത്. സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതിന് കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞ് വിദേശത്ത് നിന്നെത്തിയവർ. മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്ക് സഞ്ചരിച്ച യാത്രക്കാരാണ് സർക്കാരിനും ഇന്ത്യൻ എംബസിക്കും നന്ദി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ച് മരിച്ച ഖദീജയുടെ മൃതദേഹം സംസ്കരിച്ചു. ഖബറടക്കം കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച്. ഖദീജ മുംബൈയിൽ നിന്ന് തൃശൂരിലെത്തിയത് റോഡ് മാർഗം. ഇവർക്കൊപ്പം യാത്ര ചെയ്ത മകനും ആംബുലൻസ് ഡ്രൈവറും പാലക്കാട് സ്വദേശികളായ 3 പേരും നിരീക്ഷണത്തിൽ. കോഴിക്കോട് സർക്കാർ കോവിഡ് പരിചരണ കേന്ദ്രങ്ങളിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞ പ്രവാസികൾ വീട്ടിലേക്ക് മടങ്ങി. 24 പേരാണ് ക്വാറന്റൈൻ പൂർത്തിയാക്കിയത്. ചാത്തമംഗലം NIT ക്യാമ്പസ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഹോസ്റ്റലിൽ കഴിഞ്ഞ 22 പേരും മടങ്ങി. പെയ്ഡ് ക്വാറന്റൈനിൽ കഴിഞ്ഞ 2 പേരും നിരീക്ഷണം പൂർത്തിയാക്കി. ക്വാറന്റൈൻ പൂർത്തിയാക്കി പ്രവാസികൾ മടങ്ങിയത് സ്വന്തം വാഹനത്തിൽ. മെയ് 7-ന് കോഴിക്കോട് വിമാനമിറങ്ങിയ 26 പ്രവാസികളെ നിരീക്ഷണത്തിലാക്കിയത് 8-ാം തീയതി പുലർച്ചെ. ഇതിൽ രോഗലക്ഷണമുള്ള ഒരാളെയും മറ്റസുഖമുള്ള ഒരാളെയും ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ലോക്ഡൌൺ ഇളവുകൾ നിലവിൽ വന്നതോടെ കൂടുതൽ പേർ പുറത്തിറങ്ങുന്നു. പലരും സാമൂഹിക അകലം പാലിക്കുന്നില്ല. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിലും മാർക്കറ്റിലും കള്ളുഷാപ്പിലും ജനക്കൂട്ടം. കണ്ണൂർ ധർമ്മടത്തെ 62-കാരിക്ക് രോഗബാധ എങ്ങനെയുണ്ടായെന്ന് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. ജില്ലയിൽ രോഗികളുടെ എണ്ണം കാര്യമായി വർദ്ധിക്കാൻ സാധ്യത. മാഹി സ്വദേശി മെഹറൂപ്പിന്റെ മരണം പുതുച്ചേരിയുടെ പട്ടികയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് കത്തയച്ചെന്ന് DMO. കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് സ്കൂളിൽ ലോക്ഡൌണിന്റെ മറവിൽ പിൻവാതിൽ പ്രവേശനമെന്ന ആരോപണം. പ്രവേശനം കാത്തിരുന്നവരെ അറിയിക്കാതെ നടപടികൾ പൂർത്തിയാക്കി. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുത്തനെ കൂടുന്നു. ആകെ രോഗികൾ 1,18,447 പേർ. 24 മണിക്കൂറിനിടെ 6,088 പേർക്ക് രോഗം. 40,000 കടന്ന് മഹാരാഷ്ട്രയിൽ കോവിഡ് കേസുകൾ. തുടർച്ചയായ 5-ാം ദിവസവും 2,000-ത്തിലധികം കേസുകൾ. ഇന്നലെ 64 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 1,454. മുംബൈയിൽ 1.5 ലക്ഷം കടന്ന് കോവിഡ് കേസുകൾ. പുതുതായി 1,382 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 41 പേർ മരിച്ചു. നഗരത്തിലെ ആകെ മരണം 882. ചേരി പ്രദേശമായ ധാരാവിയിലും കേസുകൾ കൂടുന്നു. മഹാരാഷ്ട്രയിൽ സർവീസ് നടത്തുന്ന സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ നിർത്തിയതായി റെയിൽവേ. അന്തർജില്ലാ യാത്രകൾ സർക്കാർ നിർത്തലാക്കിയ പശ്ചാത്തലത്തിലാണ് നടപടി. ജൂൺ 1 മുതൽ ബുക്ക് ചെയ്ത എല്ലാ ടിക്കറ്റുകളും റദ്ദാക്കുമെന്നും റെയിൽവേ.
ഗുജറാത്തിലെ കോവിഡ് മരണം 46% റിപ്പോർട്ട് ചെയ്തെന്നും ഒരു ആശുപത്രിയിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത 749 കേസുകളിൽ 351 അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലെന്നും അധികൃതർ. ഗുജറാത്തിൽ ഇതുവരെ 12,905 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. തമിഴ്നാട്ടിൽ ഇന്ന് 786 പേർക്ക് കോവിഡ്. ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 14,753 ആയി. ഇന്ന് 4 പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 98 ആയി. കർണാടകയിൽ കോവിഡ് കേസുകൾ കൂടുന്നു. ഇന്നലെ മാത്രം 116 കോവിഡ് കേസുകൾ. ആകെ രോഗബാധിതർ 1578. 41 പേർ മരിച്ചു. പുതിയതായി റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ അധികം പേരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തിരികെ എത്തിയവരെന്ന് സർക്കാർ. അതിഥി തൊഴിലാളികൾക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള ട്രെയിൻ ടിക്കറ്റ് കർണാടക സർക്കാർ സൗജന്യമായി എടുത്തു നൽകും. മെയ് 31 വരെ കർണാടകത്തിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകളിലെ യാത്രക്കാർക്കാണ് സൗജന്യം. ടിക്കറ്റ് നിരക്ക് സർക്കാർ റെയിൽവേക്ക് കൈമാറും. നേരത്തെ നിർമ്മാണ കരാറുകാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് അതിഥി തൊഴിലാളികൾക്കുള്ള ട്രെയിൻ കർണാടകം റദ്ദാക്കിയത് വിവാദമായിരുന്നു. ഏറെ പ്രതിഷേധത്തിന് ശേഷമാണ് ശ്രമിക് ട്രെയിനുകൾ പുനരാരംഭിച്ചത്. വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ കോവിഡ് ഭേദമാവുന്നവർ കൂടുമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ചികിത്സയിലുള്ളവരെക്കാളും കൂടുതൽ രോഗമുക്തി നേടുന്നവരായിരിക്കും. നിലവിൽ 5,567 പേർക്ക് രോഗം ഭേദമായി. ചികിത്സയിൽ കഴിയുന്നത് 5,898 പേർ. രാജ്യത്ത് കോവിഡ് ഭേദമാവുന്നവരുടെ നിരക്ക് 40% കഴിഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ 3,000-ലധികം പേർക്ക് രോഗം ഭേദമായി. നിലവിൽ ചികിത്സയിലുള്ളത് 63,624 പേരെന്നും ആരോഗ്യ മന്ത്രാലയം. ചൈന കഴിഞ്ഞാൽ ഏറ്റവും അധികം PPE കിറ്റുകൾ നിർമ്മിക്കുന്നത് ഇന്ത്യയെന്ന് കേന്ദ്ര സർക്കാർ. കോവിഡിന്റെ തുടക്കത്തിൽ രാജ്യത്ത് ഒരു കിറ്റ് പോലും നിർമ്മിച്ചിരുന്നില്ല. നേട്ടം കൈവരിച്ചത് 2 മാസത്തിനുള്ളിലെന്നും കേന്ദ്രം. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 52 ലക്ഷത്തിലേക്ക്. മരണസംഖ്യ 3,34,000 കടന്നു. 1 ലക്ഷത്തിലധികം പേർ പുതിയ രോഗികൾ. 24 മണിക്കൂറിനിടെ 4,000-ലേറെ മരണം. രോഗവ്യാപനമേറിയ അമേരിക്ക. രാജ്യത്ത് രോഗം ബാധിച്ചത് 16,24,000-ലധികം പേർക്ക്. 28,000-ലധികം പുതിയ രോഗികൾ. 24 മണിക്കൂറിൽ 1,255 മരണം. ആകെ മരണസംഖ്യ 96,000. രോഗവ്യാപനത്താൽ വിറച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ബ്രസീൽ. രോഗബാധിതരുടെ എണ്ണം 2ാം സ്ഥാനത്തുള്ള സ്പെയിനിനോട് അടുക്കുന്നു. ബ്രസീലിൽ കോവിഡ് ബാധിതർ 3,10,000 കടന്നു. 16,000 പേർക്ക് പുതുതായി രോഗം. 24 മണിക്കൂറിനിടെ 1,000-ലേറെ മരണം. ആകെ മരണസംഖ്യ 20,000 കടന്നു. രോഗബാധിതരുടെ എണ്ണത്തിൽ ചൈനയെ മറികടന്ന് പെറു. പെറുവിൽ രോഗബാധിതർ 1 ലക്ഷം കടന്നു. രോഗികളുടെ എണ്ണം 1,08,000. ഇന്ത്യക്ക് താഴെ രോഗികളുടെ എണ്ണം 1 ലക്ഷം കടന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ പെറു. അമേരിക്കയിൽ ആദരസൂചകമായി പതാക താഴ്ത്തിക്കെട്ടാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനം. പതാക താഴ്ത്തിക്കെട്ടുക 3 ദിവസത്തേക്ക്. ഓഫീസുകളിലും ദേശീയ സ്മാരകങ്ങളിലുമാണ് പതാക താഴ്ത്തിക്കെട്ടുക. ഇസ്താംബൂളിൽ കൊല്ലപ്പെട്ട സൗദിയിലെ മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ ഘാതകർക്ക് മാപ്പ് നൽകുന്നതായി മകൻ സലാ ഖഷോഗി. 2018 ഒക്ടോബർ 2-ന് ഇസ്താംബൂളിലെ കോൺസുലേറ്റിൽ വെച്ചായിരുന്നു ഖഷോഗിയുടെ കൊലപാതകം. മാസ്ക് ധരിക്കില്ലെന്ന് നിലപാട് മാറ്റി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മെഡിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന മിഷിഗണിലെ ഫോർഡ് ഫാക്ടറി സന്ദർശന വേളയിലാണ് നിലപാട് മാറ്റിയത്. മാസ്ക് ധരിച്ച് ചിത്രമെടുക്കാൻ ഫോട്ടോഗ്രാഫർമാരെ അനുവദിച്ചില്ല. ബ്രിട്ടനിൽ കോവിഡ് പ്രതിരോധത്തിനിടെ മരിച്ച ആരോഗ്യ പ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾക്ക് രാജ്യത്ത് പൌരത്വം നൽകും. ആരോഗ്യ സേവന നികുതിയിൽ നിന്ന് കുടിയേറ്റക്കാരെ ഒഴിവാക്കി. നികുതി ചുമത്താനുള്ള നീക്കത്തിനെതിരെ ബ്രിട്ടനിലെ പ്രതിപക്ഷമായ ലേബർ പാർട്ടി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നിലപാട് മാറ്റം. ഹോങ്കോങ്ങിലെ ബഹുജന പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ ദേശീയ സുരക്ഷാ നിയമത്തിന് രൂപം നൽകാൻ ചൈനീസ് പാർലമെന്റ്. രാജ്യദ്രോഹ പ്രവർത്തനം, അട്ടിമറി നീക്കം എന്നിവ നിരോധിക്കുകയാണ് ലക്ഷ്യം. ഇന്ന് കരട് നിർദ്ദേശം മുന്നോട്ടുവയ്ക്കും. തീരുമാനത്തെ അപലപിക്കുന്നുവെന്ന് അമേരിക്ക. ഹോങ്കോങ്ങിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമെന്ന് ആരോപണം.
കോവിഡ് മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളുമായി ഒമാൻ ഭരണകൂടം. രാജ്യത്തെ പൊതുസ്ഥലങ്ങളിലും വാണിജ്യ കേന്ദ്രങ്ങളിലും മുഖാവരണം ധരിക്കാതെ പുറത്തിറങ്ങുന്നവരിൽ നിന്ന് 20 റിയാൽ പിഴ ഈടാക്കും. കുടുംബാംഗങ്ങളല്ലാത്ത 5-ലധികം പേർ ഒത്തുചേർന്നാൽ ഓരോരുത്തരിൽ നിന്ന് 100 റിയാൽ വീതം പിഴ ഈടാക്കാനും നിർദ്ദേശം. പാകിസ്ഥാനിൽ കറാച്ചി വിമാനത്താവളത്തിന് സമീപം വിമാനം തകർന്നു വീണു. ലാഹോറിൽ നിന്ന് കറാച്ചിക്ക് വന്ന വിമാനമാണ് തകർന്നത്. വിമാനത്തിൽ 90 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ലോക്ഡൌണിനെ തുടർന്ന് കേരളത്തിൽ പെട്ടുപോയ റഷ്യൻ വിനോദസഞ്ചാരികളെ തിരികെ കൊണ്ടുപോയി. കേരളത്തിലും തമിഴ്നാട്ടിലും നിന്ന് 103 വിനോദസഞ്ചാരികളെയാണ് തിരുവനന്തപുരത്ത് നിന്ന് തിരികെ കൊണ്ടുപോയത്. റഷ്യൻ വിമാന കമ്പനിയായ റോയൽ എയർലൈൻസ് സൗജന്യമായാണ് മടക്കയാത്രയ്ക്കുള്ള വിമാനം അനുവദിച്ചത്. മാർച്ച് മാസം മുതൽ കേരളത്തിൽ തങ്ങുന്നവർ തിരികെ പോയവരുടെ കൂട്ടത്തിൽ. ഈ മാസം 25-ാം തീയതി ആരംഭിക്കുന്ന ആഭ്യന്തര വിമാന സർവീസുകളുടെ നിരക്കുകൾ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചു. ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് 5500, തിരുവനന്തപുരത്തേക്ക് 6500 കുറഞ്ഞ നിരക്ക്. മെട്രോ നഗരങ്ങൾക്കിടയിൽ 1/3 വിമാനങ്ങൾ സർവീസ് നടത്തും. ആഴ്ചയിൽ 100-ൽ കൂടുതൽ സർവീസുകളുള്ള മെട്രോ ഇതര നഗരങ്ങളിലേക്കും 1/3 വിമാനങ്ങൾ അനുവദിക്കുമെന്ന് വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി. 3 മാസത്തേക്കാണ് ഓരോ റൂട്ടിലെയും കൂടിയതും കുറഞ്ഞതുമായ നിരക്കുകൾ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. യാത്രാ ദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിൽ റൂട്ടുകളെ 7 ആയി തിരിച്ചു. ആഴ്ചയിൽ 100-ൽ കൂടുതൽ സർവീസുകളുള്ള മെട്രോ ഇതര നഗരങ്ങളിലേക്കും 1/3 വിമാനങ്ങൾ അനുവദിക്കും. മുംബൈ ഡൽഹി റൂട്ടിൽ കുറഞ്ഞ നിരക്ക് 3500-ഉം കൂടിയ നിരക്ക് 10,000 രൂപയും. ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് കുറഞ്ഞ നിരക്ക് 5500, കൂടിയ നിരക്ക് 15,700 രൂപ. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കുറഞ്ഞ നിരക്ക് 6,500 രൂപ, കൂടിയ നിരക്ക് 18,600 രൂപ. ദോഹയിലും ഒമാനിലും നിന്ന് 2 വിമാനങ്ങളിലായി പ്രവാസികൾ കൊച്ചിയിലെത്തി. ഒമാനിൽ നിന്ന് പൊതുമാപ്പ് ലഭിച്ച 49 പ്രവാസികളും ദോഹയിൽ നിന്ന് 185 പേരുമാണ് ഇന്നലെ നെടുമ്പാശ്ശേരിയിലെത്തിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയവരുമായി കൂടുതൽ ട്രെയിനുകൾ സംസ്ഥാനത്തേക്ക് എത്തിത്തുടങ്ങി. ന്യൂഡൽഹി തിരുവനന്തപുരം രാജധാനി എക്സ്പ്രസ് പുലർച്ചെ തിരുവനന്തപുരത്തെത്തി. ജയ്പൂർ തിരുവനന്തപുരം എക്സ്പ്രസ് രാവിലെ 8 മണിക്കും എത്തി. ജൂൺ 1 മുതൽ സ്പെഷ്യൽ സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി കേരളത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ റെയിൽവേ റിസർവേഷൻ കൌണ്ടറുകൾ തുറന്നു. തിരുവനന്തപുരം, എറണാകുളം ജംഗ്ഷൻ, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ഇന്ന് റിസർവേഷൻ കൌണ്ടറുകൾ തുറന്നത്. ലോക്ഡൌൺ കാലത്ത് മികച്ച കൃഷി നടത്തിയവരെ ആദരിച്ച് വ്യാപാരി വ്യവസായി സമിതി. മട്ടുപ്പാവ് കൃഷി നടത്തിയ തിരുവനന്തപുരത്തെ 3 കർഷകരെയാണ് വ്യാപാരികൾ ആദരിച്ചത്. മികച്ച കർഷകനായി തെരഞ്ഞെടുത്ത ജയചന്ദ്രൻ മുണ്ടേല VK പ്രശാന്ത് MLA പൊന്നാടയണിച്ച് ആദരിച്ചു. ബെവ്ക്യൂ ആപ്പ് ഇന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്തേക്കും. സുരക്ഷാ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അനുമതി. ആപ്പ് സജ്ജമാക്കി ഈ ആഴ്ച തന്നെ മദ്യവിതരണം ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി എക്സൈസ് വകുപ്പ്. ആപ്പിന്റെ സെർവർ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. 35 ലക്ഷം പേർ ഒരേ സമയം ഉപയോഗിച്ചാലും തകരാറുണ്ടാകില്ലെന്നും വിലയിരുത്തൽ. എങ്കിലും ആദ്യഘട്ടത്തിൽ ഉപഭോക്താക്കൾ ഇല്ലാത്തവരും ആപ്പ് സന്ദർശിക്കുമെന്ന വിലയിരുത്തലിലാണ് സർക്കാർ. കോവിഡ് പരിശോധനയ്ക്ക് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച RNA വേർതിരിക്കൽ കിറ്റായ അഗാപ്പെ ചിത്ര മാഗ്ന വിപണിയിലേക്ക്. നീതി ആയോഗ് അംഗവും ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി പ്രസിഡന്റുമായ ഡോക്ടർ VK സരസ്വത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കിറ്റ് പുറത്തിറക്കി. കിറ്റ് വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്നത് കൊച്ചി ആസ്ഥാനമായ അഗാപ്പെ ഡയഗ്നോസ്റ്റിക് ലിമിറ്റഡ്. കാന്തിക സൂക്ഷ്മകണങ്ങൾ ഉപയോഗിച്ചാണ് സ്രവത്തിൽ നിന്ന് RNA വേർതിരിച്ചെടുക്കുന്നത്. 150 രൂപയാണ് കിറ്റിന്റെ വില. മാസം 3 ലക്ഷം കിറ്റുകൾ അഗാപ്പെ വിപണിയിലെത്തിക്കും. അനധികൃത സ്വത്ത് സമ്പാദന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് DGP ജേക്കബ് തോമസ് ഹൈക്കോടതിയെ സമീപിച്ചു. തമിഴ്നാട് രാജപാളയത്ത് ബിനാമി പേരിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നാരോപിച്ച് വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. മലപ്പുറം നിലമ്പൂരിനെ കഴിഞ്ഞ വർഷം പ്രളയത്തിൽ മുക്കിയ ചാലിയാറിൽ ഇത്തവണയും പ്രളയഭീതി. കാലവർഷം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പുഴയിൽ നിന്ന് കഴിഞ്ഞ പ്രളയത്തിന്റെ ശേഷിപ്പുകൾ ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. മൺതിട്ടകളും വൻമരങ്ങളും പാറക്കല്ലുകളും നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ് പുഴ.
പ്രളയത്തിൽ നിന്ന് കുട്ടനാടിനെ രക്ഷിക്കാൻ വേറിട്ട പദ്ധതിയുമായി ജലവിഭവ വകുപ്പ്. പമ്പ, അച്ചൻകോവിൽ, മണിമല ആറുകളിലെ വെള്ളം വഴിതിരിച്ച് തോട്ടപ്പള്ളി സ്പിൽവേ വഴി പുറന്തള്ളാനാണ് പദ്ധതി. ഇതിനായി 6 ലക്ഷം ക്യൂബിക് മീറ്റർ മണൽ നീക്കം ചെയ്യണം. തോട്ടപ്പള്ളി സ്പിൽവേയുടെ നവീകരണത്തിനായി വൻതോതിൽ കാറ്റാടി മരങ്ങൾ മുറിച്ചു മാറ്റിയതിനെ തുടർന്ന് ആലപ്പുഴയിൽ നേരിയ സംഘർഷം. കരിമണൽ ലോബിയെ സഹായിക്കാനാണ് നടപടിയെന്നാരോപിച്ച് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി എത്തിയതോടെയാണ് സംഘർഷമുണ്ടായത്. ജന്മദിനം കേരള പോലീസിന് സമർപ്പിച്ച് നടൻ മോഹൻലാൽ. കോവിഡ് കാലത്ത് വിശ്രമമില്ലാതെ നമ്മളെ സംരക്ഷിക്കുന്ന ധീരന്മാരാണ് പോലീസുകാർ എന്ന് ലാൽ ട്വിറ്ററിൽ. നിസ്വാർത്ഥ സേവനം നടത്തുന്ന കേരള പോലീസിന് ബിഗ് സല്യൂട്ട് എന്നും മോഹൻലാൽ. മോഹൻലാലിന്റെ ജന്മദിനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ മരണാനന്തര അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനിക്ക് അവയവദാന സമ്മതപത്രിക നൽകിയ ആരാധകർ. ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ പ്രവർത്തകർക്ക് ആരോഗ്യമന്ത്രി കെ ശൈലജ നന്ദി അറിയിച്ചു. ചാലക്കുടി മേലൂർ അടിച്ചിയിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ചാരായ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി നശിപ്പിച്ചു. 800 ലിറ്റർ വാഷ് പിടിച്ചെടുത്തു. ഇതുപയോഗിച്ച് 250 ലിറ്റർ ചാരായം നിർമ്മിക്കാനാകും. ലിറ്ററിന് 2000 രൂപയാണ് ഈടാക്കിയിരുന്നതെന്നും എക്സൈസ് സംഘം അറിയിച്ചു. പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ. ഐമനം കരീമഠത്ത് പാടശേഖരണത്തിന് നടുവിൽ ചാരായം വാറ്റിയ പിതാവും മകനും പിടിയിൽ. മാളികയിൽ തങ്കച്ചൻ, മകൻ ശ്രീരാജ് എന്നിവരെയാണ് വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. റിലയൻസ് ജിയോയിൽ 11,637 കോടി രൂപ മുതൽ മുടക്കി അമേരിക്കൻ നിക്ഷേപക വമ്പനായ KKR. ജിയോയുടെ 2.32% ഓഹരിക്കായാണ് KKRന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ നിക്ഷേപം. ഇതോടെ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള 5 കമ്പനികൾ ഒരു മാസത്തിനിടെ ജിയോയിൽ നിക്ഷേപിച്ചത് 78,562 കോടി രൂപ. 78,000 കോടി ഇന്ത്യയിൽ ഒരു കമ്പനിയിലെ ന്യൂനപക്ഷ ഓഹരികൾക്കായി വരുന്ന ഏറ്റവും ഉയർന്ന നിക്ഷേപമാണ്. 5 കമ്പനികൾക്കും ചേർന്ന് ഓഹരി അവകാശം 16% താഴെ മാത്രം. ഫേസ്ബുക്ക് വാങ്ങിയത് 9.99% ഓഹരികൾ. വാർത്തകൾ